ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വിമാനത്താവളങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഡിജിറ്റൽ വെല്ലുവിളികളെ നേരിടേണ്ടത് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിയാൽ 2.0 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാറിൽ മരം മുറിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ നിലപാട് കേന്ദ്രത്തെ അറിയിക്കുമെന്നും മന്ത്രി. തിരുവനന്തപുരത്ത് മോഷണക്കുറ്റമാരോപിച്ച് യുവതിയെ പോലീസ് മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണെന്ന് മന്ത്രി ഒ.ആർ. കേളു. മലപ്പുറം കൂരിയാട് ദേശീയപാത 66-ലെ 6-വരിപ്പാത ഇടിഞ്ഞു വീണു. പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വിമാനത്താവളങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഡിജിറ്റൽ വെല്ലുവിളികളെ നേരിടേണ്ടത് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവിധ പ്രവർത്തനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്ന സിയാൽ 2.0 പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കൊച്ചി വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് സുഗമവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കാൻ പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാജ്യസുരക്ഷയെ സംബന്ധിച്ച് ചർച്ച വരുമ്പോഴെല്ലാം വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൈവരുന്നത് നാം കാണുകയുണ്ടായി. സിയാൽ 2.0യുടെ പ്രധാന ഘടകമായ സൈബർ ഡിഫൻസ് ഓപ്പറേഷൻസ് സെന്റർ സൈബർ ആക്രമണങ്ങളെ നിർവീര്യമാക്കാൻ ശേഷിയുള്ളതാണ്. വിമാനത്താവളത്തിന്റെയും പരിസര പ്രദേശത്തിന്റെയും സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി 4000 AI അധിഷ്ഠിത നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയാണ്. നിലവിലുള്ള എല്ലാ ഡിജിറ്റൽ സംവിധാനങ്ങളും ആധുനികവൽക്കരിക്കുകയാണ്. 200 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ കേരളത്തിന് തിരിച്ചടിയല്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. മുല്ലപ്പെരിയാറിൽ മരം മുറിക്കാൻ അനുമതി തേടി തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച അപേക്ഷ കോടതി അംഗീകരിച്ച പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. ഡാമിന്റെ അനുബന്ധ സൌകര്യങ്ങൾ ഒരുക്കുന്നതാണ് കോടതി പരിഗണിച്ചത്. പുതിയ ഡാം എന്ന ആശയത്തിൽ കേരളം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നെന്നും മരം മുറിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ നിലപാട് കേന്ദ്രത്തെ അറിയിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വിരമിച്ച എല്ലാ ജഡ്ജിമാർക്കും 1 റാങ്ക് 1 പെൻഷൻ തത്വം ബാധകമാണെന്ന് സുപ്രീംകോടതി. ഒരേ റാങ്കിൽ ഒരേ സർവീസ് കാലയളവ് പൂർത്തിയാക്കി വിരമിച്ച എല്ലാവർക്കും വിരമിക്കൽ തീയതി പരിഗണിക്കാതെ ഒരേ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് 1 റാങ്ക് 1 പെൻഷൻ. ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാസിഹ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. നിയമന സമയം, പദവി എന്നിവ അടിസ്ഥാനമാക്കി ജഡ്ജിമാർക്കിടയിൽ വിവേചനം കാണിക്കുന്നത് മൌലികാവകാശത്തിന്റെ ലംഘനമാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഇന്നലെ അവസാനിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത തള്ളി ഇന്ത്യൻ സൈന്യം. ഇരു രാജ്യങ്ങളുടെയും ഡിജിഎംഒമാർ തമ്മിൽ ഇന്നലെ ചർച്ചകൾ നടന്നിട്ടില്ല. ഈ മാസം 12-ന് നടത്തിയ ചർച്ചയിൽ സംഘർഷങ്ങൾക്ക് വിരാമമിടാൻ തീരുമാനിച്ചിരുന്നെന്നും അതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യ പാകിസ്ഥാൻ വിദേശ നയവുമായി ബന്ധപ്പെട്ട പുതിയ സംഭവവികാസങ്ങൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ധരിപ്പിക്കും. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചും തുടർന്നുണ്ടായ വെടിനിർത്തൽ സംബന്ധിച്ചും വിദേശകാര്യ സെക്രട്ടറി വിശദീകരിക്കും. തിരുവനന്തപുരത്ത് മോഷണക്കുറ്റമാരോപിച്ച് പേരൂർക്കട പോലീസ് മാനസികമായി പീഡിപ്പിച്ചെന്ന ദളിത് യുവതിയുടെ പരാതിയിൽ പേരൂർക്കട എസ്ഐ പ്രസാദിനെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് പേരൂർക്കട എസ്ഐക്കെതിരെ നടപടി സ്വീകരിച്ചത്. നെടുമങ്ങാട് പനവൂർ സ്വദേശിനി ബിന്ദുവിനാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് മോശം അനുഭവമുണ്ടായത്. എസ്ഐയെ സസ്പെൻഡ് ചെയ്ത പോലീസ് നടപടിയിൽ സന്തോഷമുണ്ടെന്ന് ബിന്ദു പറഞ്ഞു. സ്വർണ്ണമാല മോഷ്ടിച്ചെന്നാരോപിച്ച് വീട്ടുകാർ നൽകിയ പരാതിയിൽ വീട്ടുജോലിക്കാരിയായ സ്ത്രീയെ പോലീസ് മാനസികമായി ബുദ്ധിമുട്ടിച്ച സംഭവം ദൌർഭാഗ്യകരമെന്ന് മന്ത്രി ഒ.ആർ. കേളു പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. മന്ത്രി എന്ന നിലയിൽ വിഷയം നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വകുപ്പുതല അന്വേഷണം നടന്നുവരികയാണെന്നും ശ്രീ ഒ.ആർ. കേളു വ്യക്തമാക്കി. ഏതായാലും ആ സഹോദരിയെ അത്ര സമയമെടുത്തുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ചോദ്യം ചെയ്യലും ഒക്കെ നടത്തിയത് ഒരു സാഹസമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത് മിനിസ്റ്റർ നിലയ്ക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആ കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധനയ്ക്ക് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു അന്വേഷണം നടത്തുകയും ചെയ്യും. അതേസമയം മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് എംഎൽഎ തുടങ്ങിയവർ ബിന്ദുവിന്റെ വീട്ടിലെത്തി പിന്തുണ അറിയിച്ചു.
അതേസമയം സംഭവം തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ഡിവൈഎസ്പി അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. മാധ്യമവാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉത്തരവ്. കെഎസ്ഇബിയുടെ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകളിൽ പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു. പകൽ സമയത്ത് വൈദ്യുത വാഹന ചാർജിംഗ് പ്രോത്സാഹിപ്പിച്ച് വൈകുന്നേരത്തെ അമിത ഉപയോഗം തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പുതിയ നിരക്ക് നടപ്പാക്കിയത്. രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ 30% വരെ കുറഞ്ഞ നിരക്കിൽ വാഹനങ്ങൾ ചാർജ് ചെയ്യാം. വൈകിട്ട് 4 മുതൽ അടുത്ത ദിവസം രാവിലെ 9 വരെ 30% കൂടിയ നിരക്കായിരിക്കും ഈടാക്കുക. ചാർജിംഗിന് പൊതുനിരക്ക് യൂണിറ്റിന് 7 രൂപ 15 പൈസയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസിന് ജാമ്യം. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം. കഴിഞ്ഞ ദിവസം മെയ് 27 വരെ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. തീരദേശ ഹൈവേ സ്ഥലമെടുപ്പിൽ മത്സ്യമേഖലയുടെ പിന്നോക്കാവസ്ഥ പരിഗണിച്ച് പ്രത്യേക പരിഗണന നൽകുമെന്നും വേമ്പനാട് കായൽ പാക്കേജ് നടപ്പാക്കുമെന്നും നിയമസഭാ സമിതി. ആലപ്പുഴ കളക്ടറേറ്റിൽ ചേർന്ന മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി സിറ്റിംഗിൽ സമിതി ചെയർമാൻ കൂടിയായ PP ചിത്തരഞ്ജൻ MLA യാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വേമ്പനാട് കായൽ പാക്കേജ് നടപ്പാക്കാൻ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ടെന്നും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് തൃശൂർ ദേശീയപാത 66-ലെ 6-വരിപ്പാത ഇടിഞ്ഞുവീണു. മലപ്പുറം കൂരിയാടിനും കൊളപ്പുറത്തിനുമിടയിലാണ് അപകടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. കൂരിയാടിനും കൊളപ്പുറത്തിനുമിടയിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 അപകടം സംഭവിച്ചത്. തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലേക്കാണ് ഉയരത്തിൽ നിന്നും ദേശീയപാതയുടെ ഭാഗങ്ങൾ ഇടിഞ്ഞു വീണത്. 3 കാറുകൾ ഭാഗികമായി തകർന്നെങ്കിലും ആളപായം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സർവീസ് റോഡിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് തൃശൂർ കോഴിക്കോട് റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മറ്റു റോഡുകളിലൂടെ വാഹനങ്ങളെ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. റോഡ് നിർമ്മാണത്തിൽ അപാകതയാണ് അപകടത്തിന് കാരണമെന്നും നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥ പ്രകടമാണെന്നും ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തം സംബന്ധിച്ച് റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മറ്റു കടകൾ തുറക്കുന്ന കാര്യവും റിപ്പോർട്ട് കിട്ടിയ ശേഷം തീരുമാനിക്കും. നിയമപരമായ എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. നിയമപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തിരുത്തൽ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട മുതൽ പാലക്കാട് വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ 4 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ അതിശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. ജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. പരിപാടിയുടെ 122ാം പതിപ്പാണിത്. നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും ജനങ്ങൾക്ക് തങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാം. ഈ മാസം 23 വരെയാണ് അവസരം ഉണ്ടാവുക. പ്രധാന വാർത്തകൾ വീണ്ടും. വിമാനത്താവളങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഡിജിറ്റൽ വെല്ലുവിളികളെ നേരിടേണ്ടത് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിയാൽ 2.0 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാറിൽ മരം മുറിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ നിലപാട് കേന്ദ്രത്തെ അറിയിക്കുമെന്നും മന്ത്രി. തിരുവനന്തപുരത്ത് മോഷണക്കുറ്റം ആരോപിച്ച യുവതിയെ പോലീസ് മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണെന്ന് മന്ത്രി OR കേളു. മലപ്പുറം കൂരിയാട് ദേശീയപാത 66-ലെ 6-വരിപ്പാത ഇടിഞ്ഞു വീണു. പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത